നമ്മുടെ രാജ്യത്തെ ചില മാധ്യമങ്ങൾ സർക്കാർ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇപ്പം BJP സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്, BJP നയിക്കുന്ന സർക്കാരാണ്. ആ സർക്കാരിന് എതിരെ, അത് മലയാളത്തിലുമുണ്ട്, മറ്റ് ഭാഷകളിലുമുണ്ട്, ദേശീയ ഭാഷകളിലും ഉണ്ട്, അവർക്കെതിരെ മാത്രം പ്രത്യേകമായി കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് വാർത്തകൾ അവർക്കെതിരെ മാത്രം കൊടുക്കുന്നതുണ്ട്. മാത്രമല്ല, അവരുടെ വികസനത്തിൻ്റെ വാർത്തകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൊണ്ടുവരുന്ന വികസനത്തിൻ്റെ വാർത്തകൾ തമസ്കരിക്കുന്ന ഒരു രീതിയുമുണ്ട്. മാധ്യമങ്ങൾ അങ്ങനെ അല്ല പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞത്. മാധ്യമങ്ങൾ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ വികസന വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കണം. രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ജനങ്ങൾക്കത് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് അത് കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ആ ഒരു മനസ്സ് തീർച്ചയായിട്ടും എല്ലാ മാധ്യമങ്ങളും കാണിക്കണം എന്ന കാര്യമാണ് ഗവർണർ സൂചിപ്പിച്ചത്. നമ്മളെ മാധ്യമങ്ങളെ പലപ്പോഴും പല രീതിയിൽ വിമർശിക്കാറുണ്ട്. ഇപ്പോൾ ദേശാഭിമാനി കൊടുക്കുന്ന വാർത്തകളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റ് ചില ദൃശ്യമാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളെക്കുറിച്ചൊക്കെ തന്നെ തെറ്റായ വാർത്തകളും വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണാജനകമായ വാർത്തകളെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തകൾ നൽകാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരണങ്ങളൊക്കെ നൽകാറുണ്ട്. ഇത് ഒരു കാലങ്ങളായുള്ളൊരു പതിവാണ്. 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ സമയം മുതൽ അദ്ദേഹത്തെ പല മാധ്യമങ്ങളും, അതായത് ഒരു പ്രത്യേക രീതിയിൽപ്പെട്ട 30-40% മാധ്യമങ്ങൾ ഇന്ത്യയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഈ മാധ്യമങ്ങളുടെ ഈ ഒരു വളഞ്ഞിട്ട ആക്രമണത്തിൽ നിന്നാണ് ഇദ്ദേഹം പിന്നെയും 2019-ലും 2024-ലും ഇന്ത്യയിൽ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങളിൽ നിന്ന് അദ്ദേഹം വോട്ടുകൾ നേടി പ്രധാനമന്ത്രിയായത്. മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കൂ, കൈരളി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ BJP വിരുദ്ധ മാധ്യമം അതിൽ ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിലും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവർക്കുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ഏതെങ്കിലും ഒരു വാർത്ത വന്നതായി, ഒരു ചെറിയ കോളം വാർത്തയെങ്കിലും വന്നതായി നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല. വന്നിട്ടുണ്ടാകും, പക്ഷേ അത് അത്രയേ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. ഒരു വരി കൊടുക്കും അല്ലെങ്കിൽ ഒരു ചെറിയ കോളം കൊടുക്കും. അപ്പം രാജ്യത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിലേക്ക് മാധ്യമങ്ങളും എത്തണം. രാജ്യ പുരോഗതിയെ നയിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണം എന്ന കാര്യമാണ് കേരള ഗവർണർ ചൂണ്ടിക്കാട്ടിയത്. ഇതൊക്കെ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ വിശദീകരിക്കാം, അനാലിസിസ് നടത്താം, വിശദീകരിക്കാം, അങ്ങനെ ചെയ്യാം എന്നേ ഉള്ളൂ. അവരാരും മാറുമെന്ന് തോന്നുന്നില്ല. അവരുടെ ഡെസ്കിന് അവരുടെ രീതികൾക്ക് ഒരു പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ട്, അതനുസരിച്ച് മുമ്പോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ കൈരളിയിൽ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറോ അല്ലെങ്കിൽ ഒരു ലേഖനം എന്തെങ്കിലും കൈരളിയിലോ അല്ലെങ്കിൽ ദേശാഭിമാനിയിലോ വരുമോ? വരില്ല. ഒന്നുമില്ലെങ്കിലും ഇപ്പം കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്, UDF സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ വികസന പരിപാടികൾ എന്തെങ്കിലും ഒരു കാര്യം കൈരളിയിലോ അല്ലെങ്കിൽ ദേശാഭിമാനിയിലോ വരുമോ? ഇല്ല. അതുപോലെ നമ്മൾ തീർച്ചയായിട്ടും അത് ഏത് പത്രമായാലും, അത് ജന്മഭൂമിയാണെങ്കിലും അല്ലെങ്കിൽ വീക്ഷണമാണെങ്കിലും ദേശാഭിമാനിയാണെങ്കിലും ഒക്കെ രാജ്യവികസനത്തിന്, ദേശവികസനത്തിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ബാധ്യസ്ഥതയുള്ളവരാണ് മാധ്യമങ്ങൾ. ഏത് പത്രമായാലും ദൃശ്യമാധ്യമമായാലും അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഘോരം വനരോധനമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാകില്ല. പക്ഷേ രാജ്യവികസനത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട മാധ്യമങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കണം. ഞാൻ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്, എനിക്ക് അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ എന്തെങ്കിലും വികസനപരമായ കാര്യങ്ങളിൽ ഇടപെടണം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ പദ്ധതികളും വികസനങ്ങളും രാജ്യത്തിൻ്റെ നേട്ടങ്ങളും ഒക്കെ തന്നെ ജനങ്ങളെ അറിയിക്കാൻ തീർച്ചയായിട്ടും എല്ലാ മാധ്യമങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്.